സ്ട്രാറ്റജിക് ബ്രാൻഡ് മാനേജ്മെൻറ്റ്. ബ്രാൻഡ് എന്താണ്? ഒരേപോലെ ഇരിക്കുന്ന പല സാധനങ്ങളിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും തക്കവണ്ണം അതിനൊരു ഒരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുക. അതിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞത്. അതിൻ്റെ ഒറിജിനെ പറ്റി നമ്മൾ പറഞ്ഞു. ലൈഫ് സ്റ്റോക്കിന്, അതായത് പശുക്കൾക്കും ആടുകളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് ചാപ്പ കുത്തുന്ന പരിപാടിയാണ് ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മളൊരു മാർക്കറ്റിംഗ് സെൻസിലേക്ക് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ബ്രാൻഡ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ആണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ മൈൻഡ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഇമ്പാക്റ്റ് അഥവാ അതിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു, ഇക്വിറ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു സാധനത്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തതിൽ നിന്നും എനിക്കുള്ള ഭാഗമാണ്, അതിൻ്റെ ഈക്വൽ പാർട്ട് ഫോർ മീ എന്നുള്ളതാണ് ഇക്വിറ്റി കൊണ്ടുള്ള അർത്ഥം. നമ്മൾ ഫിനാൻഷ്യൽ ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ നമുക്കുള്ള ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നമ്മളുടെ ബ്രാൻഡിനുള്ള ഷെയറിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയും. അപ്പം അത് എത്രത്തോളം ഡീപ്പായിട്ടാണോ, അത് എത്രത്തോളം യുണീക്കായിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ ബ്രാൻഡിന് മാനേജ്മെൻറ്റിൻ്റെ നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു ബിൽഡ്, മെഷർ ആൻഡ് മാനേജ് ബ്രാൻഡ് ഇക്വിറ്റി. അതായത് ബ്രാൻഡ് ഇക്വിറ്റിയെ ബിൽഡ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവിധ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസിനെയും ഡിസൈൻ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ബ്രാൻഡ് മാനേജ്മെൻറ്റ്. അതായത് എഫക്റ്റീവ്ലി ഇത്രയേ ഉള്ളൂ, കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കുകയും അത് ശക്തമായ നിലയിൽ അവിടെ നിലനിർത്താനും ചെയ്യുന്ന എല്ലാവിധ ആക്ടിവിറ്റീസിനെയും എല്ലാവിധ ശ്രമങ്ങളെയും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? സ്ട്രാറ്റജിക് ബ്രാൻഡ് മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തും. അപ്പം നമ്മളിപ്പം ബ്രാൻഡ് ഇക്വിറ്റിയെ കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ കാണുന്നത്, കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി. അപ്പം അത് കാണുന്ന സമയത്ത് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കാരണമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ബ്രാൻഡിനെ കുറിച്ച് ഉള്ള ഒരു നോളേജ് ഉണ്ട്, ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്. ആ അറിവാണ് എന്തിനെ ഡ്രൈവ് ചെയ്യുന്നത്? അവർക്ക് ബ്രാൻഡിനോടുള്ള ആ ബ്രാൻഡ് ഇക്വിറ്റിയെ അത് ബാധിക്കുന്നത്. അപ്പോൾ ഈ അറിവിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? പുറത്തുള്ളവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അവരുടെ ഉള്ളിൽ ബ്രാൻഡിനെ കുറിച്ചുള്ള അഭിപ്രായം മാറി എന്നുള്ള എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അവരുടെ ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിലുണ്ടാവുന്ന മാറ്റത്തിനാണ് നമുക്കതിന് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എഫക്റ്റീവ്ലി ഇതിനകത്ത് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ എഫക്ട്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് ബ്രാൻഡ് നോളേജ് ഹാസ് ഓൺ ദെയർ റെസ്പോൺസ് ടു മാർക്കറ്റിംഗ് ഓഫ് ദാറ്റ് ബ്രാൻഡ്. ആ ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് കാരണം അവർക്ക് ആ ബ്രാൻഡിനോടുള്ള റെസ്പോൺസ് വന്ന വ്യത്യാസത്തിനെയാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോഡക്റ്റിനോട് അവർക്ക് ബ്രാൻഡ് ഇക്വിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബ്രാൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ആ പ്രോഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ ആ ബ്രാൻഡിന് എന്തെങ്കിലും ഒരു വാല്യൂ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇക്വിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡ് ഇല്ലായിരുന്നപ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡായിരിക്കും, ഒരു റെസ്പോൺസ് ആയിരിക്കത്തില്ല അതിനൊരു ബ്രാൻഡ് വന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ്. അപ്പം ഈ ഒരു റെസ്പോൺസ്. അപ്പം ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, ഈ ഒരു കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പോസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിനോട് കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഫേവറബിളായുള്ള രീതിയിൽ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ബ്രാൻഡിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം, കസ്റ്റമേഴ്സ് ഇന്ന രീതിയിലൊക്കെ പ്രതികരിക്കണം എന്ന് കമ്പനി പ്രതീക്ഷിച്ചുകൊണ്ടാണ് മാർക്കറ്റിംഗ് എഫേർട്സ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പം അതേ രീതിയിൽ അവർ പ്രതികരിച്ചാൽ, അതേ രീതിയിൽ അവർ റെസ്പോൺസ് അതിന് ഫേവറബിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്? ബ്രാൻഡ് ഹാസ് എ പോസിറ്റീവ് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് നമ്മൾ പറയും. ഇനി കമ്പനി ഉദ്ദേശിച്ചതിനേക്കാളും വിപരീതമായ രീതിയിലാണ് കസ്റ്റമേഴ്സ് പ്രതികരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് നെഗറ്റീവ് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെന്ന് പറയും. ഇപ്പം കമ്പനി, നമ്മൾ MITയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുദ്ദേശിച്ചത് ഈ അഡ്വർടൈസിങ്ങിലൂടെ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതും കസ്റ്റമറിലേക്ക് എത്താൻ ഉദ്ദേശിച്ചതും ഈ ബൈക്കിന് നല്ല പവറാണ്, എത്ര ലോഡ് വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് ഏത് കാട്ടിലൂടെയും ഓടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ് അവരത് ഉദ്ദേശിച്ചത്. എങ്കിലും
അത് ഉദ്ദേശിച്ചതും അങ്ങനെ. അപ്പോൾ പവർ സീക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ, നല്ല പവറുള്ള ബൈക്ക് സീക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു? ആൾക്കാരിലേക്ക് ആ ഫിഷർമാൻ എന്നുള്ള ആ നെഗറ്റീവ് കൊണോട്ടേഷൻ കയറിയത് കൊണ്ട് കസ്റ്റമർ ഇത് നമ്മൾ കമ്പനി പ്രതീക്ഷിച്ചതുപോലെയല്ല, അതിന് വിപരീതമായിട്ടാണ് അവരിലൊരു ഇത് നെഗറ്റീവ് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റിയാണ് ഉണ്ടാക്കിയത്. കാരണം അവർക്കത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ റെസ്പോൺസ് കമ്പനി പ്രതീക്ഷയെന്നും വിപരീതമായിരുന്നു. അവരതിൽ നിന്നും മാറുകയാണ് ചെയ്തത്. അപ്പം ഈ കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ബ്രാൻഡ് നോളജ്. കസ്റ്റമേഴ്സിനുള്ള ബ്രാൻഡ് നോളജ്, ബ്രാൻഡിനെ കുറിച്ചുള്ള അറിവാണ് കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റിയെ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം. കസ്റ്റമേഴ്സിൻ്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇക്വിറ്റി ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യം കസ്റ്റമേഴ്സിന് ബ്രാൻഡിനെ കുറിച്ചുള്ള അറിവാണ്, അഥവാ നോളേജാണ്. ബ്രാൻഡ് നോളേജ് ഇസ് ദ വൺ തിങ് വിച്ച് ഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി. കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റിയെ ബാധിക്കുന്ന ഡയറക്ട്ലി ബ്രാൻഡ് നോളേജാണ്. ബ്രാൻഡ് നോളേജിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ബ്രാൻഡ് അവയർനെസ്സും മറ്റൊന്ന് ബ്രാൻഡ് ഇമേജ്. ബ്രാൻഡ് അവയർനെസ്സും ബ്രാൻഡ് ഇമേജ്. അപ്പം ബ്രാൻഡ് നോളേജിൻ്റെ രണ്ട് കമ്പോണൻസ് ആണ് ബ്രാൻഡ് അവയർനെസ്സും ബ്രാൻഡ് ഇമേജും. ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ കുറിച്ച് അവെയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക, അതോ ഇങ്ങനെ സാധനം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിവിലുണ്ടായിരിക്കുക എന്നുള്ളതാണ് ബ്രാൻഡ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബ്രാൻഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളാണ്. ബ്രാൻഡിനെ പറ്റി ഉള്ള കസ്റ്റമർക്കുള്ള അഭിപ്രായങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ബ്രാൻഡിനെ കുറിച്ച് ആ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുള്ള അഡ്ജക്റ്റീവ്സ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ബ്രാൻഡ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സിൽ അതിനൊരു എന്തെങ്കിലും ഉണ്ടോ, അത് അവരുടെ ഓർമ്മയിൽ എത്രത്തോളം ഉണ്ട്, അവരുടെ മെമ്മറിയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ബ്രാൻഡ് അവയർനെസ് നമുക്ക് പറയാം. അപ്പം അതിലുള്ള ബ്രാൻഡ് അവയർനെസ്സിലുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ബ്രാൻഡ് റീകോളും മറ്റൊന്ന് ബ്രാൻഡ് റെക്കഗ്നിഷനും. ബ്രാൻഡ് റീകോളും ബ്രാൻഡ് റെക്കഗ്നിഷനും. അപ്പോൾ അതിൽ ബ്രാൻഡ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയുക. അതായത് ബ്രാൻഡിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ബ്രാൻഡിൻ്റെ പേര്, ബ്രാൻഡിൻ്റെ ലോഗോ, ബ്രാൻഡിൻ്റെ സ്ലോഗൻ, പിന്നെ ബ്രാൻഡിൻ്റെ ജിങ്കിള്, അതിൻ്റെ മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രാൻഡിൻ്റെ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഈ ബ്രാൻഡ് എലമെൻറ്റ്സ് ഒക്കെ കാണുകയോ അതുമായിട്ട് എൻകൗണ്ടർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് റെക്കഗ്നീഷൻ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പം എത്രത്തോളം അവർക്കത് ബ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ബ്രാൻഡ് എത്രത്തോളം അവർക്ക് അവയർനെസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏതെല്ലാം സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം ബ്രാൻഡ് എലമെൻസിനെ തിരിച്ചറിയാൻ കഴിയുന്നോ, ഏതെല്ലാം സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നോ അത് എത്രത്തോളം ബ്രാൻഡ് അവയർനെസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം ബ്രാൻഡ് റീകോൾ. ബ്രാൻഡ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ അവർക്ക് ബ്രാൻഡിനെ ഓർത്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ബ്രാൻഡ് റീകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ അവർക്ക് ബ്രാൻഡിനെ റീകോൾ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രാൻഡിനെ ഇത് പറയാൻ പറ്റും. ബ്രാൻഡിൻ്റെ നമ്മൾ കാറ്റഗറി പറഞ്ഞു, സോപ്പ്. നമ്മളിപ്പോൾ തൽക്കാലം എക്സാമ്പിളിന് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സോപ്പ് കമ്പനി തുടങ്ങുകയാണ്, ബ്രാൻഡ് എടുക്കുകയാണ് ആയുർമിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം സോപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് ആയുർമിക്സിൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ടോ? ആർ ദേ ഏബിൾ ടു റീകോൾ ദ നെയിം ആയുർമിക്സ് വെൻ ദേ ഹിയർ അബൌട്ട് ദ കാറ്റഗറി കോൾ സോപ്പ് എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബ്രാൻഡ് റീകോൾ ഉണ്ടെന്ന് നടക്കും. അപ്പം ഇനി സോപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞപ്പം വേറെ പല സോപ്പുകളെ പറ്റിയും അവർക്ക് ഓർമ്മ വന്നു. പക്ഷേ ആയുർമിക്സ് എന്ന് പറഞ്ഞ സോപ്പിനെ പറ്റി, ബ്രാൻഡിനെ പറ്റി അവർക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ ഈ ആയുർമിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് എന്താണുള്ളത്? 0 റീകോൾ ആണുള്ളത്. ദേ ആർ നോട്ട് ഏബിൾ ടു റീകോൾ ആയുർമിക്സ് ബ്രാൻഡ്. ഇനി അവർക്കത് പല ഇതിൻ്റെ ഇടയിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് പല സോപ്പുകളുടെയും കാര്യം പേര് ഓർമ്മ വരുന്നതിൻ്റെ ഇടയ്ക്ക് ആയുർമിക്സിനോട് ഓർമ്മ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് റീകോൾ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ സോപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയെ പറ്റി പറയുമ്പോൾ അവർക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് ആയുർമിക്സ് എന്നുള്ള പേരാണെന്നുണ്ടെങ്കിൽ ഇത് ഹാസ് ടോപ്പ് ഓഫ് ദ മൈൻഡ് റീകോൾ ആണ്. അതായത് ആദ്യം ഓർമ്മ വരുന്നത് ആയുർമിക്സ് ആണ്, പിന്നെ ബാക്കി സോപ്പുകളുടെ കാര്യം ഓർമ്മ വരും. ഇനി അവർക്ക് സോപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് ആകെക്കൂടി ഓർമ്മ വരുന്നത് ആയുർമിക്സ് എന്ന് പറഞ്ഞ പേരാണെന്നുണ്ടെങ്കിൽ എന്താണ് അത്? ഡോമിനൻറ്റ് റീകോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഇതിനെക്കുറിച്ചും ഒരു സോപ്പും അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല, വേറെ ഒരു ബ്രാൻഡ് അവർക്ക് അറിയത്തില്ല എന്നുള്ളതായിരിക്കും. എന്നുണ്ടെങ്കിൽ അത് ഡോമിനൻ്റ് റീകോളാണ്. അപ്പോൾ ഏറ്റവും ഐഡിയലി എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നത് അവരുടെ ബ്രാൻഡ് ഡോമിനൻ്റ് റീകോൾ ആവണമെന്നുള്ളതാണ്. പക്ഷേ അത് അത്രയും എളുപ്പമല്ല. മൊണോപ്പൊളി ആണെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കും. കാരണം ആ ഒരു കമ്പനി മാത്രമേ അവിടെ ഉള്ളൂ.
ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സോഴ്സസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി പറ്റിയാണ്. അതായത് നമ്മൾ പറഞ്ഞു ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്ന സാധനം ബിൽഡ് ആവുന്നത് ബ്രാൻഡ് നോളേജ് എത്രത്തോളം പക്കയാകുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി സ്ട്രെങ്ത് കൂടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ബ്രാൻഡ് അവയർനെസ്സിനെ പറ്റി പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ഡെപ്ത് ഓഫ് ബ്രാൻഡ് അവയർനെസ്സും ബ്രെഡ്ത്ത് ഓഫ് ബ്രാൻഡ് അവയർനെസ്സും. ഡെപ്തും ബ്രെഡ്ത്തും. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം എന്നുള്ളതാണ് നമുക്കറിയാം. ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആഴത്തിൽ ആ ബ്രാൻഡ് ഒരാളുടെ മനസ്സിലേക്ക് കയറി ചെന്നിട്ടുണ്ടോ അത്രത്തോളം എന്തായിരിക്കും, അത്രത്തോളം ഇറ്റ് വിൽ ബി ഈസി ഫോർ ദി കസ്റ്റമർ ടു റെക്കഗ്നൈസ് ആൻഡ് റീകോൾ ദ ബ്രാൻഡ്. എത്രത്തോളം ആഴത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ആ ബ്രാൻഡ് പതിഞ്ഞിട്ടുണ്ടോ അത്രത്തോളം എന്തായിരിക്കും, അത്രത്തോളം എളുപ്പമായിരിക്കും അവർക്ക് ആ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യാനോ റീകോൾ ചെയ്യാനോ. ബ്രെഡ്ത്ത് ഓഫ് ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം വിവിധമായ സാഹചര്യങ്ങളിലാണ് അവർക്ക് ഈ ബ്രാൻഡിനെ പറ്റി ഓർമ്മ വരുന്നത്. ദ നമ്പർ ഓഫ് പർച്ചേസ് ആൻഡ് കൺസംഷൻ സിറ്റുവേഷൻസ് വെൻ ദ ബ്രാൻഡ് കംസ് ഇൻ ടു മൈൻഡ്. എന്തെല്ലാം സാഹചര്യങ്ങൾ, പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിലും കൺസ്യൂം ചെയ്യുന്ന സിറ്റുവേഷൻ, അത് ആവശ്യം, അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിലാണെങ്കിലും ശരി, ഈ ബ്രാൻഡിനെ പറ്റി എത്രത്തോളം കൂടുതൽ സാഹചര്യങ്ങളെ പറ്റി ഓർമ്മ വരുന്നു അത്രത്തോളം അതിൻ്റെ ബ്രെഡ്ത്ത് കൂടുതലാണ് നമുക്ക് പറയുന്നത്. ഇത് രണ്ടും ബ്രാൻഡ് അവയർനെസ്സിനെ കാണിക്കുന്ന ടേംസാണ്. അടുത്തതാണ് ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞ കാര്യം. ബ്രാൻഡ് ഇമേജ് ഞാൻ പറഞ്ഞു, ആ കസ്റ്റമേഴ്സിന് ഒരു കസ്റ്റമറിന് ഒരു ബ്രാൻഡിനെ പറ്റി കുറേ അസോസിയേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തംസപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻസ് ആണ് എനർജി, പവർ, റിസ്ക് ടേക്കിംഗ്, അഡ്വഞ്ചറസ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം അതിൻ്റെ അസോസിയേഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പം ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡിനെ കുറിച്ച് ആ കൺസ്യൂമേഴ്സിനുള്ള അഭിപ്രായമാണ് ബ്രാൻഡ് ഇമേജ് എന്ന് നമുക്ക് പറയാം. അപ്പം ടൈപ്സ് ഓഫ് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ടൈപ്പ് അസോസിയേഷൻസ് ആണ് നമുക്ക് ഒരു ബ്രാൻഡിന് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 3 തരം ബ്രാൻഡ് അസോസിയേഷൻസ് ആണ് ഇതിനുണ്ടാവുന്നത്. 1 ആട്രിബ്യൂട്ട്സ്, 2 ബെനിഫിറ്റ്സ്, 3 ആറ്റിറ്റ്യൂഡ്. ആട്രിബ്യൂട്ട്സ്, ബെനിഫിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്രാൻഡിൻ്റെ ഫീച്ചേഴ്സ്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് കാരണം ഈ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കപ്പെടുന്ന ബെനിഫിറ്റ്സ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിനോടുള്ള കൺസ്യൂമറിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പം ആട്രിബ്യൂട്ട്സിനകത്ത് ഒന്നാമത് വരുന്നതാണ് നോൺ പ്രോഡക്റ്റ് റിലേറ്റഡ് ആട്രിബ്യൂട്ട്. പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത, ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നല്ലാത്ത ഉള്ള ആട്രിബ്യൂട്ട്സ്. അതിലൊന്നാമത്തതാണ് പ്രൈസ്. അപ്പം പ്രൈസ് എന്ന് പറയുന്ന ആ ആട്രിബ്യൂട്ട് എന്താണ്? പ്രൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അവർ മനസ്സിലൊരു സാധനത്തിൻ്റെ പ്രൈസ് കാണുമ്പോൾ തന്നെ അവർ എന്താണ് അത് കരുതുന്നത്? പ്രീമിയം ആണോ, അതാ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് ആണോ, ലോ ക്വാളിറ്റി സാധനമാണോ, അതാ ഇക്കണോമി ക്ലാസ് സാധനമാണോ എന്നുള്ളത് അവർക്ക് കരുതുന്നതാണ് പ്രൈസ് എന്ന് പറഞ്ഞ ഫാക്ടർ പറയുന്നത്. യൂസർ ആൻഡ് യൂസേജ് ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഡിനോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആരെല്ലാമാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് കൺസ്യൂമർ കരുതുന്നു. ഏതെല്ലാം ആൾക്കാരാണ്, എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് ആ ബ്രാൻഡ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് കസ്റ്റമർ കരുതുന്നു. അതാണ് യൂസർ ആൻഡ് യൂസേജ് ഇമേജറി എന്ന് പറയുന്നത്. MITയുടെ കേസിൽ എന്താ സംഭവിച്ചത്? MITയുടെ കേസിൽ ആ പരസ്യം കണ്ടവരെല്ലാവരും വിചാരിച്ചു ഈ ബൈക്ക് ഉപയോഗിക്കുന്ന ടിപ്പിക്കൽ യൂസർ എന്ന് പറയുന്നത് മീൻകാരാണ്. യൂസേജ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് എന്നുള്ള യൂസറും യൂസേജ് ഇമേജറിയാണ് ഇവരുടെ മനസ്സിലേക്ക് കയറിയത്, കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്ക് കയറിയത്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ അതുകൊണ്ട് അവരാരും മീൻകാരായിട്ട് സ്വയം കണക്കാക്കാത്തവരാരും എന്ത് ചെയ്തില്ല, ആ ബൈക്ക് വാങ്ങിക്കുകയോ പ്രിഫർ ചെയ്യുകയോ ചെയ്തില്ല. ഇനി ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബ്രാൻഡ് എടുത്താലും ആ ബ്രാൻഡിന് ഒരു പേഴ്സണാലിറ്റി നമുക്ക് പറയാൻ കഴിയും. ഇപ്പം ഒരു ഉദാഹരണത്തിന് ക്ലാസ്സിൽ പറഞ്ഞതാണ്, തംസപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് വന്ന് നിന്നെങ്കിൽ, തംസപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇഫ് ഹി ഓർ ഷീ വർ ആൻ ആക്ച്വൽ പേഴ്സൺ, ഡിസ്ക്രൈബ് ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച എക്സസൈസാണ്. അപ്പം ആ പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് അത്യാവശ്യം നല്ല പൊക്കവും നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാൾ, ജീൻസിൻ്റെ പാൻറ് ഇട്ടിരിക്കുന്നു, ബൂട്ട്സ് ഇട്ടിരിക്കുന്നു, ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, കറുത്ത ഒരു എന്താ പറയുന്ന ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു സൂട്ടല്ല, ഒരു
ഒരു സ്വെറ്റർ പോലത്തെ ഒരു ഇതിട്ടിട്ടുണ്ട്, ഒരു ബൈക്കേഴ്സ് ഇടുന്ന പോലത്തെ ഒരു ഇതിട്ടുണ്ട്, നീളം മുടിയുണ്ട്, സൺഗ്ലാസസ് വെച്ചിട്ടുണ്ട്, ആൾ വളരെ ഡെയറിങ് ആയിട്ടുള്ള, വളരെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് ആ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു കുറേ സിഫത്തുകളും ഗുണങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമ്പ്രഷനാണ്. ഇതിനാണ് ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. ഈ ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസസ് ഒന്നുകിൽ നമ്മൾ ആ ബ്രാൻഡ് ഉപയോഗിച്ചപ്പോൾ നമുക്കുണ്ടായ ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസസ് ആകാം. നമ്മളെന്ന് പറയുന്ന സെൻസ് നമ്മൾ കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമുക്കുണ്ടായ ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസസ് ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ ഇന്ന ഫീലിങ്സും എക്സ്പീരിയൻസസും നമുക്കുണ്ടാകും എന്ന് പരസ്യങ്ങളിലൂടെയും മറ്റ് മാർക്കറ്റിംഗ് ഇതിലൂടെയും നമ്മളിലേക്ക് ഇംപ്ലാന്റ് ചെയ്തതും ആകാം. ഫോർ എക്സാമ്പിൾ, കൊക്കക്കോളയുടെ ആഡിലൂടെ അവർ നമുക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് കൊക്കക്കോള സ്റ്റാൻഡ്സ് ഫോർ സെലിബ്രേഷൻ, ഹാപ്പിനെസ്, ഫൺ, ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസസ് നമ്മൾ മനസ്സിലേക്ക് ഈ കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു. ഇനി ബെനിഫിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് 3 തരം ബെനിഫിറ്റ് ഉണ്ട്. ഫങ്ഷണൽ, എക്സ്പീരിയൻഷ്യൽ, സിംബോളിക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫങ്ഷണൽ എക്സ്പീരിയൻസ്, സിംബോളിക് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻഷ്യൽ ബെനിഫിറ്റ്. ഫങ്ഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കാരണം കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് അവർക്ക് കിട്ടുന്ന, അതിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ്. എക്സ്പീരിയൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസസ് ആണ് എക്സ്പീരിയൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സിംബോളിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കാരണം തനിക്ക് കിട്ടുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന, കൺസ്യൂമർ വിശ്വസിക്കുന്ന ബെനിഫിറ്റുകളാണ് സിംബോളിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തംസപ്പിൻ്റെ ബ്രാൻഡ് പേഴ്സണാലിറ്റിയെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് തംസപ്പ് ആരാണ് കുടിക്കാൻ താല്പര്യപ്പെടുന്നത്? തംസപ്പ് കുടിക്കാൻ താല്പര്യപ്പെടുന്നത് ഇപ്പം ഗിവൺ ആൻ ഓപ്ഷൻ, പെപ്സി ഉണ്ട്, കൊക്കക്കോളയുണ്ട്, തംസപ്പ് ഉണ്ട്. ഇത് മൂന്നും ഇരിക്കുന്ന സമയത്ത് 3 ഒരേ പ്രൈസാണ്, 3 ഒരേ ക്വാണ്ടിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ പോലും അറിയാതെ എങ്ങനെയാണ് തംസപ്പ് ചൂസ് ചെയ്യുന്നത്? ആരൊക്കെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ബ്രാൻഡ് പേഴ്സണാലിറ്റി സ്വയം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അതായത് ഈ റഗ്ഗഡ് ആയിട്ടുള്ള, റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള, മാച്ചോ ആയിട്ടുള്ള ഒരാളാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാർ അവർ പോലും അറിയാതെ ഈ തംസപ്പിനെ പ്രിഫർ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും അവർ പോലും അറിയാതെ ഈ തംസപ്പിനെ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർ അതിനകത്ത് സിംബോളിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിന് കിട്ടുന്നുണ്ട്. പെപ്സിയുടെയും കൊക്കക്കോളയും ബ്ലൈൻഡ് ടെസ്റ്റിൻ്റെ കാര്യം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തിയ സമയത്ത് അവർ പെപ്സിയെ പ്രിഫർ ചെയ്തിരുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ ബ്ലൈൻഡ് ടെസ്റ്റ് മാറ്റി ഇത് കാണുന്ന സമയത്ത് അവർ എന്ത് ചെയ്തു? കൊക്കക്കോളയാണ് പ്രിഫർ ചെയ്തത്. അത് കാരണം കൊക്കക്കോളയിൽ നിന്നും സിംബോളിക് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത്, അവർക്ക് ഹാപ്പിനെസ്, അവർക്ക് എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള ആ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് അവരിലേക്ക് എത്തിച്ചേർന്നതായിട്ട് അവർ വിശ്വസിക്കുന്നു. പിന്നീട് ബ്രാൻഡ് ഇമേജിനെ പറ്റി പറയുമ്പം 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സ്ട്രെങ്ത്ത്, യുണീക്ക്നെസ്, ഫേവറബിലിറ്റി. സ്ട്രെങ്ത്ത്, യുണീക്ക്നെസ്, ഫേവറബിലിറ്റി. അപ്പോൾ സ്ട്രെങ്ത്ത് ഓഫ് എ ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു അസോസിയേഷൻ എത്രത്തോളം സ്ട്രോങ്ലി കണക്റ്റഡ് ടു ദ ബ്രാൻഡ് എന്നുള്ളതാണ്. ഇപ്പം തംസപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി നമ്മൾ പറയുമ്പം എത്രത്തോളം അതിനുമായിട്ട് എനർജി അല്ലെങ്കിൽ അഡ്വെഞ്ചർ എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷൻ എത്രത്തോളം സ്ട്രോങ്ലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ആ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേവറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആ കസ്റ്റമർക്ക് ആ ഒരു അസോസിയേഷൻ ഡിസൈറബിൾ ആണ്. ഈ ഒരു ബ്രാൻഡുമായിട്ട് ആ ഒരു പർട്ടിക്കുലർ അസോസിയേഷൻ ഉള്ളത് ഈ കൺസ്യൂമർ, ഇത് ആരുടെ മനസ്സിലാണോ ഉള്ളത്, അയാൾക്ക് എത്രത്തോളം ഡിസൈറബിൾ ആണ് എന്നുള്ളതാണ് ഫേവറബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുണീക്ക് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസോസിയേഷൻ എത്രത്തോളം ഈ ബ്രാൻഡുമായിട്ട് മാത്രം ആണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഇതിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം യുണീക്കാണോ ഈ 3 കാര്യങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു അസോസിയേഷൻ, ഒരു ബ്രാൻഡിനുള്ള അസോസിയേഷൻ സ്ട്രോങ് ആണ്, ഫേവറബിൾ ആണ്, യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ കസ്റ്റമർ ബ്രാൻഡ് ഇക്വിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് സോഴ്സസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റിക്കകത്ത് പറയുന്നത്. കസ്റ്റമർ ബേസ്ഡ് ബ്രാൻഡ് ഇക്വിറ്റി occurs when the consumer has a high level of awareness and familiarity with the brand.
ആ ബ്രാൻഡിനോട് ഹൈ ലെവൽ ഓഫ് അവയർനെസ്സും ഫെമിലാരിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഹോൾഡ് സം സ്ട്രോങ് ഫേവറബിൾ ആൻഡ് യുണീക്ക് ബ്രാൻഡ് അസോസിയേഷൻ മെമ്മറി. ആ ബ്രാൻഡിനെ പറ്റി സ്ട്രോങ് ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ബ്രാൻഡ് അസോസിയേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ബിൽഡിംഗ് ബ്രാൻഡ് ഇക്വിറ്റി ബിൽഡ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ബ്രാൻഡ് ഇക്വിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്ന സാധനത്തിന് പ്രധാനമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ആ ബ്രാൻഡിനെ കുറിച്ച് കൺസ്യൂമേഴ്സിനുള്ള നോളേജാണ്. കൺസ്യൂമേഴ്സിനുള്ള ബ്രാൻഡ് നോളേജാണ് അതിൻ്റെ ബ്രാൻഡ് ഇക്വിറ്റി അഥവാ ബ്രാൻഡിൻ്റെ ആ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പം ഈ കൺസ്യൂമറിന് ബ്രാൻഡിനെ കുറിച്ചുള്ള നോളേജിനെ അതിനെ അഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്രാൻഡ് ബിൽഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, വി ക്യാൻ അപ്രോപ്രിയേറ്റ്ലി ചൂസ് ദ ബ്രാൻഡ് എലമെൻസിന് അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ബ്രാൻഡ് ആയിരിക്കേണ്ടത്, എങ്ങനെയാണോ നാട്ടുകാർ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് നമ്മൾ ബ്രാൻഡിനെ പറ്റി മനസ്സിലാക്കേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ ബ്രാൻഡിനെ ഡിസൈൻ ചെയ്യുക. ബ്രാൻഡ് എലമെൻറ്റ്സ് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മളെ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഈ രീതിയിൽ ആക്കി തീർക്കുക. അതായത് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇമേജ് ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ രീതിയിൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് അതിനാണ് രീതിയിൽ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, സെക്കൻഡറി അസോസിയേഷനെ ലെവറേജ് ചെയ്യാം. സെക്കൻഡറി അസോസിയേഷനെ ഉപയോഗപ്പെടുത്തുക. അപ്പം ഈ ഒന്നാമത്തത് ഈ ബ്രാൻഡ് എലമെൻസിനെ നമ്മൾ ചൂസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ബ്രാൻഡ് എലമെൻസ് എന്ന് പറഞ്ഞ സാധനം ബ്രാൻഡിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വിവിധ ഘടകങ്ങളെയാണ് ബ്രാൻഡ് എലമെൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ബ്രാൻഡ് നെയിം, ലോഗോ, സിംബൽ, ക്യാരക്ടർ, പാക്കേജിങ്, സ്ലോഗൻ, പിന്നെ ജിങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മ്യൂസിക്കൽ ടോൺ, അത് കേൾക്കുമ്പോൾ നമുക്ക് ബ്രാൻഡിൻ്റെ ഓർമ്മ വരുന്നു. അപ്പം ഇതൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ ബ്രാൻഡ് എന്താണ് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ ബ്രാൻഡിൻ്റെ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ് നമ്മൾ കൺസ്യൂമേഴ്സിന് കൊടുക്കാനുള്ളത് എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അതെല്ലാം തീരുമാനിക്കണം. നമ്മുടെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം, നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ തന്നെ ആദ്യം അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം. നമ്മളെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. ആൾക്കാർ, നമ്മുടെ ബ്രാൻഡിലെ കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരേണ്ട ഇമേജ് ഇതായിരിക്കണം എന്ന് നമ്മൾ കരുതി എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പം അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യണം, നമ്മൾ ബ്രാൻഡ് എലമെൻറ്റ്സ് ചൂസ് ചെയ്യാനുള്ളത്. ബ്രാൻഡ് എലമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പം അതിന് 6 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് മെമ്മറബിലിറ്റി, മീനിങ്ഫുൾനെസ്, അപ്പീൽ, ട്രാൻസ്ഫറബിലിറ്റി, അഡാപ്റ്റബിലിറ്റി ആൻഡ് പ്രൊട്ടക്റ്റബിലിറ്റി. മെമ്മറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്നതായിരിക്കണം, ഓർമ്മയിൽ ഇരിക്കുന്നതായിരിക്കണം, ഓർത്തെടുക്കാൻ പറ്റുന്നതായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി പോകരുത്. എന്നും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മിക്കവാറും ബ്രാൻഡ് നെയിംസ് കേൾക്കുമ്പം വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ നമ്മൾ കാണുന്നത്. അത് ഓർത്തെടുക്കാനും കഴിയണം. മീനിങ്ഫുൾനെസ് ആയിരിക്കണം, അതായത് നമ്മൾ എന്താണോ ആ ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത്, കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് എൻ്റെ പേര് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കണം, മീനിങ്ഫുൾ ആയിരിക്കണം. അപ്പീൽ ചെയ്യണം, അതായത് അത് ആരെയാണോ നമ്മൾ ഉദ്ദേശിച്ച ആ ബ്രാൻഡ് നമ്മൾ ഇറക്കിയത് അയാൾക്കത് അപ്പീലിംഗ് ആയിരിക്കണം. ട്രാൻസ്ഫറബിൾ ആയിരിക്കണം. എവിടെയെല്ലാം ഈ ബ്രാൻഡ് നെയിമും ബ്രാൻഡ് എലമെൻറ്റ്സ് ഉപയോഗിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അവിടെയെല്ലാം അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അഡാപ്റ്റബിൾ ആയിരിക്കണം. ഈ ബ്രാൻഡ് എലമെൻറ്റ്സ് എല്ലാം ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റണം. വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് അല്ല, പക്ഷേ ചെറിയ മൈനർ വേരിയേഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റണം. പ്രൊട്ടക്റ്റബിൾ ആയിരിക്കണം. ലീഗലി അതിനെ ട്രേഡ് മാർക്ക് ചെയ്തതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ എടുത്തു വെച്ച ബ്രാൻഡ് എലമെൻറ്റ്, വേറെ ആളുടെ ലോഗോയോ വേറൊരാളുടെ ഒരു ക്യാരക്ടറോ വേറെ ആളുടെ ബ്രാൻഡ് നെയിമോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എടുക്കാൻ പറ്റില്ല. കാരണം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി മറ്റൊരാളുടെ ഒരു ഇതാണെന്നുള്ളത്. അപ്പം രണ്ടാമത്തേതാണ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബ്രാൻഡിൻ്റെ ഇമേജിനെ കൺവേ ചെയ്യാൻ, ഇതിനെ എക്വിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത്തതാണ് ലെവറേജിങ് ഓഫ് സെക്കൻഡറി അസോസിയേഷൻ. എന്താണ് സെക്കൻഡറി അസോസിയേഷൻ? പ്രൈമറി അസോസിയേഷൻ ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മളുടെ ബ്രാൻഡ്, ഈ ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അസോസിയേഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ എന്ത് ചെയ്തു,
തംസപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ 1, 2, 3, 4, 5 എന്നൊക്കെ കൊടുത്തിരിക്കുന്ന എല്ലാം എന്തെന്നാണ്, ആ ബ്രാൻഡിൻ്റെ പ്രൈമറി അസോസിയേഷൻസ് ആണ്. ആ ബ്രാൻഡിൻ്റെ പ്രൈമറി അസോസിയേഷൻസ് ആണ്. ഇനി ഈ ബ്രാൻഡുമായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളതിൻ്റെ സെക്കൻഡറി അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു. എം എന്ന് പറയുന്നത് അത് 1 എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. ഡയറക്റ്റ്ലി ബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ബി എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. അത് 1 എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ അസോസിയേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു അസോസിയേഷനാണ് സെക്കൻഡറി അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡറി അസോസിയേഷനെ നമ്മൾ ലെവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് സ്ട്രോങ് എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു കാര്യം. അത് ഈ പറയുന്ന കാര്യങ്ങൾ എന്തുവാണെങ്കിലാവാം: കൺട്രി, കമ്പനി ഓഫ് ഒറിജിൻ, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതർ ബ്രാൻഡ്സ്, എൻഡോർസർ, ഇവൻറ്റ് തുടങ്ങിയ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആകാം. അത് ഓൾറെഡി കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ എന്തുണ്ട്, ഇതിനെക്കുറിച്ച് ഒരു നല്ല ധാരണയും ഒരു അഭിപ്രായം, നല്ല അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് അല്ലെങ്കിൽ ആ ധാരണയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബ്രാൻഡിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുക, അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ പരിചയപ്പെടുത്തുക, അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ലെവറേജിങ് ഓഫ് സെക്കൻഡറി അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കമ്പനിയുടെ കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി കുറിച്ച് എന്താണ്, ഒരു സോളിഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതായത് എല്ലാവരുടെ മനസ്സിലും അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. റിലയബിൾ ആയിട്ടുള്ള കമ്പനിയാണ്, ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവർ ഒരിക്കലും ദേ വോണ്ട് കട്ട് കോർണേഴ്സ്, അതായത് അവർ ഉടായ്പ പരിപാടികളൊന്നും കാണിക്കത്തില്ല, അവർ വിശ്വാസയോഗ്യരാണ് തുടങ്ങിയ ഒരു അഭിപ്രായം ടാറ്റയെക്കുറിച്ചുണ്ട്. അങ്ങനെ ഇരിക്കെ ടാറ്റ ഒരു കാർ ഇറക്കി, ഇൻഡിക്ക ഇറക്കി, നാനോ ഇറക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് മനസ്സിൽ കരുതുന്നത്? ടാറ്റയുടെ വിശ്വാസ്യത, ടാറ്റയുടെ ക്വാളിറ്റി ഉണ്ടാകും, അവരിറക്കുന്ന പ്രോഡക്ട്സായ ആ കാറിലും ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ദിസ് ഈസ് ലെവറേജിങ് ഓഫ് സെക്കൻഡറി അസോസിയേഷൻ ഓഫ് ദ കമ്പനി കോൾ ടാറ്റ. എൻഡോർസർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സെലിബ്രിറ്റി എൻഡോഴ്സേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ഒരു സച്ചിൻ ടെണ്ടുൽക്കർ MRFൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അത് MRF എന്ന് പറഞ്ഞ ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സച്ചിൻ ടെണ്ടുൽക്കർ കാർ റേസർ അല്ല, ഡയറക്റ്റ്ലി ആ ടയർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറിലേക്ക് ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ആ പറഞ്ഞ റിലയബിളാണ്, അത് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുന്നതാണ്, ഡ്യൂറബിൾ എന്നുള്ള ആ ക്വാളിറ്റീസ് എല്ലാം എന്ത് ചെയ്യും, ആൾക്കാർ MRF എന്ന് പറഞ്ഞ ആ ബ്രാൻഡിലേക്കും അവരതിനെ യോജിച്ച് കാണും. അപ്പം സച്ചിൻ എന്ന് പറയുന്ന ബ്രാൻഡ് ഓൾറെഡി എന്താണ്, ആൾക്കാരുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്. സച്ചിൻ സ്റ്റാൻഡ്സ് ഫോർ ഇന്ന ക്വാളിറ്റി ഉള്ള അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് MRF ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, MRFന് ആ ക്വാളിറ്റി അത് കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അപ്പം ഇതാണ് പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ബിൽഡിംഗ് ടൂൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൂൾസ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഈ കോംപ്ലിമെൻറ്റാരിറ്റിയും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉള്ളതാണ് കോംപ്ലിമെൻറ്റാരിറ്റി. അതുകൊണ്ട് അപ്പം ഓരോ കാര്യങ്ങളും ഇതെല്ലാം കമ്പൈൻഡ് ചെയ്ത് ഒരു സിംഗിളായിട്ട് ഒരു ബ്രാൻഡ് എലമെൻറ്റ് ചൂസ് ചെയ്യുക അത് മാത്രമല്ല ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും പല പ്രൊപ്പോർഷണലായിട്ട് നമ്മളതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 3 ഈ ഓരോ എഫേർട്ടും, ഈ ഓരോ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് സ്റ്റെപ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിൻ്റെ കുറവുകളെ, ഒരെണ്ണം മറ്റൊന്നിൻ്റെ കുറവുകളെ കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ഈച്ച് അതർ, കംപ്ലീറ്റ് ഈച്ച് അതർ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ എഫേർട്ടും ഏതെല്ലാം രീതിയിലൂടെ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തെല്ലാം എഫേർട്ട്സ് എടുക്കുന്നോ അതിലെല്ലാം കൂടി കൺവേ ചെയ്യുന്ന കോർ മീനിങ് എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് ബ്രാൻഡ് നെയിം, അതിൻ്റെ ബ്രാൻഡ് നെയിമും ലോഗോയും സിമ്പിളും എല്ലാം സീരിയസ് ആയിട്ടുള്ളത്, റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഇമേജാണ് എന്ന് പറഞ്ഞ് കൺവേ ചെയ്യുകയും അതിൻ്റെ അഡ്വർടൈസിങ്ങിൽ ഒരുമാതിരി ഒരു കളി തമാശയും ഒരു
തറ കോമഡി അടിക്കുകയും വെറും ഒരു 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 സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു കോമഡി അടിക്കുകയും വെറും ഒരു വൾഗറായിട്ടുള്ള കോമഡിയൊക്കെ അടിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ കോർ ബ്രാൻഡ് ഇതിനകത്ത് ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല. അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എന്ത് ബ്രാൻഡ് ഇമേജ് ആണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എന്ത് ചെയ്യണം, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണം ആ കോർ മീനിങ് ഇതാക്കാനുള്ളൂ. അപ്പം ഈ ബ്രാൻഡ് ബിൽഡിംഗ് ടൂൾസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ഇക്വിറ്റിയെ ബാധിക്കുന്ന കസ്റ്റമറിൻ്റെ ബ്രാൻഡ് നോളജിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം ചെന്ന് എഫക്റ്റ് ചെയ്യുന്നത് അതാണ് എഴുതിയിരിക്കുന്നത്, കൺസ്യൂമർ നോളേജ് എഫക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ചെന്ന് നേരെ അഫക്റ്റ് ചെയ്യുന്നത് കൺസ്യൂമർ നോളേജിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അവെയർനെസ്സിനകത്ത് ഡെപ്തിനകത്ത് റീകോളും റെക്കഗ്നീഷനും ഉണ്ടാക്കുന്നു. ബ്രാൻഡ് അവെയർനെസ്സിനകത്ത് റീകോളും റെക്കഗ്നീഷനും വർദ്ധിപ്പിക്കുന്നു. ബ്രെഡ്ത്തിനകത്ത് പർച്ചേസും കൺസംഷൻ സിറ്റുവേഷൻസും കൂട്ടുന്നു. അതായത് ബ്രെഡ്ത്ത് കൂട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സാഹചര്യം, പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ആ ബ്രാൻഡിനെ കുറിച്ച് ഓർമ്മ വരുന്നു. കൺസ്യൂം ചെയ്യുന്ന സാഹചര്യം, കൂടുതൽ ഉപയോഗം വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അതിന് ഉപയോഗം വരുന്നു. ബ്രാൻഡ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോങ്ങിനകത്ത് വരുന്നതാണ്, റെലവൻ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഈ കസ്റ്റമർക്ക് റെലവൻ്റ് ആണെങ്കിൽ മാത്രമേ അതിനൊരു സ്ട്രോങ് ഇതുണ്ടാവുള്ളൂ. അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ അയാൾക്ക് ഉപയോഗപ്പെടുന്ന, അയാൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ അയാൾ ആ ബ്രാൻഡിനെ പറ്റി വരുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അയാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അയാളത് ശ്രദ്ധിക്കത്തില്ല. അപ്പം അതൊന്ന്, അപ്പോൾ റെലവൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഒരേ മെസ്സേജ് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ മെസ്സേജ്, ഒരേ കോർ മീനിങ് തന്നെ എല്ലാ മീഡിയയിലൂടെയും അയാളിലേക്ക് എത്തണം. പിന്നെ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡിസൈറബിൾ ആയിരിക്കണം, കൺസ്യൂമറിന് ഡിസൈറബിൾ ആയിരിക്കണം, ഡെലിവറബിൾ ആയിരിക്കണം. അതായത് അയാൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടാവണം. പിന്നെ ഉള്ളതാണ് ആ ബ്രാൻഡ് അസോസിയേഷൻ യുണീക്ക് ആയിരിക്കണം. ബ്രാൻഡ് അസോസിയേഷൻ യുണീക്ക് ആയിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കഴിവതും യുണീക്ക് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം യുണീക്കാണോ അത്രത്തോളം ആ ബ്രാൻഡിന് അത് ഗുണം ചെയ്യും. കാരണം ആ ഒരു പർട്ടിക്കുലർ അസോസിയേഷൻ ആ ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും. അപ്പം ഈ യുണീക്ക് ബ്രാൻഡ് അസോസിയേഷനെ പറ്റി പറഞ്ഞപ്പം രണ്ട് ടേംസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ്സ് ഓഫ് പാരിറ്റിയും മറ്റൊന്ന് പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസുമാണ്. പോയിൻറ്റ്സ് ഓഫ് പാരിറ്റിയും പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ് പോയിൻറ്റ്സ് ഓഫ് പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ്, ഒരു ബ്രാൻഡ് നമ്മൾ ഇറക്കി. ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഇറക്കി, ഇതൊരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇറക്കി. അപ്പോൾ അതൊരു സ്മാർട്ട് ഫോണായിട്ട് ആൾക്കാർ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെല്ലാം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെല്ലാം അസോസിയേഷൻസ്, അങ്ങനെ തന്നെ എടുക്കാം, എന്തെല്ലാം അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു സ്മാർട്ട് ഫോണായിട്ട് ആൾക്കാർ പരിഗണിക്കൂ. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം അസോസിയേഷൻസ് ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് വേണം, അല്ലെങ്കിൽ ആ ഫോണെന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കുന്ന ആ സാധനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പോയിൻറ്റ്സ് ഓഫ് പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം അസോസിയേഷൻസ് ആ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനത്തിന് അതിനൊരു സ്മാർട്ട് ഫോണായിട്ട് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണമോ അതെല്ലാം എന്ത് വേണം, അതെല്ലാമാണ് പോയിൻറ്റ്സ് ഓഫ് പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ഇറക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണിനെ മറ്റ് സ്മാർട്ട് ഫോണുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നുള്ളതാണ് പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് ഓഫ് പാരിറ്റിയും പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസുമാണ് ഒരു ബ്രാൻഡ് അസോസിയേഷനെ യുണീക്ക് ആക്കുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങിന് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഔട്ട്കം നേരത്തെ പറഞ്ഞു. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നിന്നുണ്ടാകുന്ന റെസ്പോൺസാണ് നമുക്ക് ഈ ബ്രാൻഡിൻ്റെ എത്രത്തോളം നമ്മളെടുത്ത എഫേർട്ട്, നമ്മൾ ഇട്ട മാർക്കറ്റിംഗ് ആയിട്ടുള്ള എഫേർട്ടുകൾ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്നുള്ളത് നമുക്ക് അവരുടെ റെസ്പോൺസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ സാധാരണ നമുക്ക് ഉണ്ടാവാവുന്ന പോസിബിൾ ഔട്ട്കംസ് ആണ്
greater loyalty, less vulnerability to competitive marketing actions and crisis. Greater loyalty എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ബ്രാൻഡുമായിട്ട് ചേർന്ന് നിൽക്കും. ലെസ് vulnerability to competitive marketing actions and crisis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് കാണിക്കുന്ന ഓരോ തന്ത്രത്തിൽ ഇവരങ്ങോട്ട് അങ്ങോട്ട് ചാടി പോകത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് കിട്ടാവുന്ന ഔട്ട്കംസ് ആണ്. ഇപ്പോൾ ഇതിൽ അവസാനത്തെ ഒരു കാര്യമാണ് മോർ ഫേവറബിൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എവാലുവേഷൻസ് ആണ്. ബ്രാൻഡ് എക്സ്റ്റൻഷൻ എവാലുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടതുള്ളത്. ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്രാൻഡിനെ സാധനത്തിന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് നീട്ടുക എന്നുള്ളത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് അതിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട്, അതായത് ഇന്ന കൺസ്യൂമേഴ്സിനാണ് അത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ചുകൂടി പുതിയ മാർക്കറ്റുകൾ തേടാനോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് കുറച്ചുകൂടി വിപുലമാക്കാനോ അല്ലെങ്കിൽ ആ ഉള്ള മീനിങ്ങിനെ ശക്തിപ്പെടുത്താനോ ഇതിനെല്ലാം നമ്മൾ ഒരു പുതിയ ബ്രാൻഡിനെ ഇറക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ മീനിങ്ങിനെ നമ്മൾ ഇതിനാക്കുന്നതിനാണ് നമ്മൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ മിക്കവാറും നമ്മളൊരു പുതിയ പ്രോഡക്റ്റിനെ ഇറക്കും, പുതിയ ബ്രാൻഡിനെ ഇറക്കിയിട്ട് അതിനനുസരിച്ച് ഈ എക്സിസ്റ്റിംഗ് ബ്രാൻഡുമായിട്ട് തട്ടിച്ചിട്ട് ഇതാക്കുന്നതിനാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡറി സോഴ്സസ് ഓഫ് ബ്രാൻഡ് നോളജ്, ഇടയ്ക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. അപ്പം സെക്കൻഡറി അസോസിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡറി സോഴ്സസ് ഓഫ് ബ്രാൻഡ് നോളജ് നമ്മൾ ലെവറേജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ചേർത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ആയിട്ട് നമുക്ക് ലെവറേജ് ചെയ്യാം സെക്കൻഡറി അസോസിയേഷൻ എന്നുള്ള രീതിയിൽ. പീപ്പിൾ, അതർ ബ്രാൻഡ്സ്, പ്ലേസസ് ആൻഡ് തിങ്സ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഗ്രീഡിയൻസിനെ ലെവറേജ് ചെയ്തുകൊണ്ട് അവർ നിറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഗുണത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും, അതിനെ ഇൻഗ്രീഡിയൻറ്റിനെ നമ്മൾ ലെവറേജ് ചെയ്തു എന്നാണ് നമ്മൾ പറയാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അലോവേറ എന്ന് പറഞ്ഞ സാധനത്തിനെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിങ്ങനെ നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു ബ്രാൻഡ് ഇറക്കുകയാണ് അലോവേറയുടെ ഗുണത്തോടു കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലിറക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഗ്രീഡിയൻറ്റിനെ ലെവറേജ് ചെയ്തുകൊണ്ട് ഇറക്കുകയാണ്. കാരണം ഓൾറെഡി അലോവേറ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊരു ശക്തമായ ഒരു ധാരണ കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിലുണ്ട്. അതിനെ ഇതാക്കിക്കൊണ്ട് ഇറക്കുന്നതിനെയാണ് ഇൻഗ്രീഡിയൻറ്റ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ എങ്ങനെയാണ് ഒരു ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇത് ജനറൽ ഓവർവ്യൂ മാത്രമാണ്. ഈ ബ്രാൻഡ് മാനേജർ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് കവർ ചെയ്തിരിക്കുന്ന എല്ലാം ഒന്ന് ഓടിച്ച് പറയുന്ന സെഷനാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പിന്നെ ഇവർ നോക്കും. അപ്പോൾ അതിനാദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഡിഫൈൻ ആക്ച്വൽ ആൻഡ് ഡിസൈഡ് കൺസ്യൂമർ നോളജ് അബൌട്ട് ദ ബ്രാൻഡ്. അതായത് നമ്മളൊരു എക്സിസ്റ്റിംഗ് ബ്രാൻഡിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണല്ലോ. നമ്മൾ ആദ്യം ഒരു ബ്രാൻഡ് ഒന്ന് സോളിഡ് ആയിട്ട് സ്ട്രോങ് ആയതിനു ശേഷം പിന്നെ നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ ഇനി എക്സ്റ്റൻഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തത് ആക്ച്വൽ ആൻഡ് ഡിസൈഡ് കൺസ്യൂമർ നോളജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ആക്ച്വൽ നോളജ്, ഇപ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡിനെ പറ്റി നാട്ടുകാർക്ക് അറിയാവുന്ന നോളജ്, അവരുടെ നോളജിനെ നമ്മൾ മാപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ ആ മൈൻഡ് മാപ്പ് കണക്ക് വരച്ചു തരും, അതേ കണക്ക് ആ മെൻ്റൽ മാപ്പ് ഉണ്ടാക്കുക. അതിൻ്റെ കീ സോഴ്സസ് ഓഫ് ഇക്വിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ഇനി നമ്മളെ കൺസ്യൂമേഴ്സ് നമ്മളെ ബ്രാൻഡിനെ പറ്റി എന്താണ് കരുതേണ്ടത്, ആഫ്റ്റർ ദി എക്സ്റ്റൻഷൻ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൺസ്യൂമേഴ്സ് നമ്മളെ ബ്രാൻഡിനെ പറ്റി കരുതേണ്ട കാര്യങ്ങൾ, പുതിയ എന്തൊക്കെ കൂടെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളതും കൂടെ മാപ്പ് ചെയ്യാം. രണ്ടാമത്തത് ഐഡൻറ്റിഫൈ പോസിബിൾ എക്സ്റ്റൻഷൻ കാൻഡിഡേറ്റ്സ് ഓൺ ബേസിസ് ഓഫ് പേരൻറ്റ് ബ്രാൻഡ് അസോസിയേഷൻ ആൻഡ് ഓവറോൾ സിമിലാരിറ്റി ഓർ ഫിറ്റ് ഓഫ് എക്സ്റ്റൻഷൻ ടു ദ പേരൻറ്റ് ബ്രാൻഡ്. ഈ ഒരു പുതിയ നോളേജ് മാപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് പുതിയ കസ്റ്റമേഴ്സ് നമ്മൾ ബ്രാൻഡിനെ കുറിച്ചുള്ള പുതിയ ബ്രാൻഡ് നോളജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എക്സ്റ്റൻഷൻ സാധ്യതകളാണ് നമ്മളുടെ മുന്നിലുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഐഡൻറ്റിഫൈ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ പേരൻറ്റ് ബ്രാൻഡുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം. പേരൻറ്റ് ബ്രാൻഡുമായിട്ട് ഒത്തുപോകുന്നത് ആയിരിക്കണം. അത് ഫിറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സിമിലർ ടു ദി പേരൻറ്റ് ബ്രാൻഡ് ആയിരിക്കണം. അല്ലാതെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇപ്പം അത് ഫിറ്റ് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും ആ പേരൻറ്റ് ബ്രാൻഡ് ഏത് കാറ്റഗറിയിലാണോ ഉണ്ടോ അതുമായിട്ട് അതിൻ്റെ പെരിഫറിയിൽ കിടക്കുന്ന ബ്രാൻഡുകളുമായിട്ട്
എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഓറൽ ഹൈജീൻ വെച്ചാണെന്നുണ്ടെങ്കിൽ അവരഥവാ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൗത്ത് വാഷിലേക്ക് അവർക്ക് കിടക്കാം, ടൂത്ത് ബ്രഷിലേക്ക് അവർക്ക് കിടക്കാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ളവരാണ്. ഞാനിത് പറയാൻ കാരണം കോൾഗേറ്റ് ഫ്രോസൺ ഫുഡ്സിലേക്ക് കടന്നു. ഇടയ്ക്ക് ഫ്രോസൺ ഫുഡ്സ് ഇറങ്ങി, കോൾഗേറ്റ് ഫ്രോസൺ എന്താ ഒരു പേര് പറഞ്ഞിട്ട് ഫ്രോസൺ ഫുഡ്സിലേക്ക് അത് പരാജയപ്പെട്ടു. കാരണം ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്, കോൾഗേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫ്രഷ് മൗത്ത് ഫ്രഷ് ആയിരിക്കുന്നതും ആ ഒരു പെപ്പർമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ടേസ്റ്റും ഇതെല്ലാം അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഫ്രോസൺ ഫുഡ്സ് എന്ന് പറയുന്ന സമയത്ത് ചൂടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ബർഗർ, നഗറ്റ്സ് അങ്ങനെ പോലുള്ളതാണ് ഫ്രോസൺ ഫുഡ്സ് കാറ്റഗറി. അപ്പോൾ അത് പരാജയപ്പെട്ടു. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ വിചാരം വന്നിട്ടുണ്ടാകാം, ഈ പറയുന്ന ഇങ്ങനെ വായിൽ ടൂത്ത് പേസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതൊരു ഒരു മാച്ച് ഉണ്ടായിരുന്നില്ല, ഫിറ്റ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ചീറ്റോസ് ലിപ് ബാം ഇറക്കിയായിരുന്നു. ലിപ് ബാം ചീറ്റോസ് നമുക്കറിയാം ഒരു ഒത്തിരി എരിവുള്ള ഒരു ചിപ്സാണ് ചീറ്റോസിൻ്റെ ചിപ്സ് എന്ന് പറയുന്നത്. അത് എന്ത് സംഭവിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു ലിപ് ബാം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ കോൺഷ്യസ്ലി കരുതിയില്ലെങ്കിലും അവർ സബ് കോൺഷ്യസ്ലി അവർ കരുതിയിട്ടുണ്ടാകാം ഇതിങ്ങനെ ഇത് എരിവുള്ളതായിരിക്കും. അല്ലെങ്കിൽ സാധാരണ ഒരു ലിപ് ബാം എന്ന് പറയുമ്പം വാനില, സ്ട്രോബെറി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വീറ്റ് ഫ്ലേവേഴ്സ് ഉള്ളതായിരിക്കും. ഇത് ചിലപ്പം സ്പൈസി ആയിട്ടുള്ള ഫ്ലേവർ ആയിരുന്നിരിക്കാം എന്ന് അവർ പെട്ടെന്ന് തന്നെ കരുതിയിട്ടുണ്ട്. അത് ഫെയിലായി പോയ ബ്രാൻഡ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ അത് ഫിറ്റ് ഇല്ലായിരുന്നു, അത് പേരൻറ്റ് ബ്രാൻഡുമായിട്ട് ഫിറ്റ് ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ കാൻഡിഡേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തത് ഇവാലുവേറ്റ് പൊട്ടൻഷ്യൽ ഓഫ് എക്സ്റ്റൻഷൻ കാൻഡിഡേറ്റ് ടു ക്രിയേറ്റ് ഈക്വിറ്റി അക്കോർഡിംഗ് ടു 3 ഫാക്ടർ മോഡൽ. അതായത് ഈ നമ്മൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ 2 ഗുണമാണുള്ളത്. ഒന്ന്, പേരൻറ്റ് ബ്രാൻഡിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ആ ഇക്വിറ്റിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. രണ്ടാമത് ഈ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഈ പുതിയ ആളുണ്ടല്ലോ, ഈ പുതിയ ബ്രാൻഡ് വഴി പേരൻറ്റ് ബ്രാൻഡിന് എന്ത് വേണം, അതിന് ബലപ്പെടുത്താൻ കഴിയണം. അപ്പം ഈ എക്സ്റ്റൻഷൻ കാൻഡിഡേറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, എന്ത് ബ്രാൻഡ് വെച്ചിട്ടാണ്, അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ എവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് സേലിയൻസ് ഓഫ് ദി പേരൻറ്റ് ബ്രാൻഡ് അസോസിയേഷൻ. സേലിയൻസ് ഓഫ് ദി പേരൻറ്റ് ബ്രാൻഡ് അസോസിയേഷൻ, നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡിന് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം അസോസിയേഷൻസ് ഉണ്ടോ അത് എത്രത്തോളം ആൾക്കാർക്ക് അറിയാമോ, ആൾക്കാർ എത്രത്തോളം ശക്തമായ രീതിയിലാണ്, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെങ്ത്, ഫേവറബിലിറ്റി, യൂണീക്ക്നെസ് എത്രത്തോളം ശക്തമാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേരൻറ്റ് ബ്രാൻഡിന് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത്. രണ്ടാമത്തത് ഫേവറബിലിറ്റി ഓഫ് ഇൻഫേർഡ് എക്സ്റ്റൻഷൻ അസോസിയേഷൻ. അതായത് ഈ പുതിയ എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്ന സമയത്ത് ആ പുതിയ എക്സ്റ്റൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻസ് എത്രത്തോളം ഇവർക്ക് കൺസ്യൂമേഴ്സിന് ഫേവറബിൾ ആയിരിക്കും, എത്രത്തോളം യുണീക്ക് ആയിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി എവാലുവേറ്റ് ചെയ്യണം. നാലാമത്തത് evaluate extension candidate feedback effects according to 4 factor model. How compelling the extension evidence is. ഈ എക്സ്റ്റൻഷൻ കൊണ്ടുവരും എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ ഈ പറയുന്ന എക്സ്റ്റൻഷൻ വഴി ജനങ്ങൾക്ക് കിട്ടുമെന്ന് അവർക്ക് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കൺവിൻസിങ് ആണ് അല്ലെങ്കിൽ കമ്പല്ലിംഗ് ആണ്. ഹൗ റെലവൻറ്റ് ദ എക്സ്റ്റൻഷൻ എവിഡൻസ് ഈസ്. അത് എത്രത്തോളം ഈ ആരിലാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് റെലവൻ്റ് ആണ്, അവർക്ക് എത്രത്തോളം അത് ബാധകമാണ്. ഹൗ കൺസിസ്റ്റൻ്റ്, എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളതിന് ആ മെസ്സേജിനെ ഇതാക്കുന്നത്. ഹൗ സ്ട്രോങ് ദ എക്സ്റ്റൻഷൻ എവിഡൻസ് ഈസ്, എത്രത്തോളം സ്ട്രോങ് ആണ്, വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസിഡർ പോസിബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആസ് പെർസീവ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് പോസിബിൾ റിയാക്ഷൻ ഇനിഷ്യേറ്റഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. അതായത് മറ്റ് പ്രോഡക്റ്റുകളിൽ നിന്നും നമ്മളെ ഈ ബ്രാൻഡിനെ വ്യത്യസ്തമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഈ എക്സ്റ്റൻഷനിൽ നിന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് ബദലായിട്ട് കോമ്പറ്റീറ്റേഴ്സ് അത് നോക്കിയിരിക്കത്തില്ല, അവരിൽ നിന്ന് എന്തെല്ലാം റിയാക്ഷൻ ഉണ്ടാകുമെന്നും നമ്മൾ കൺസിഡർ ചെയ്യാം. ഡിസൈൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ടു മാക്സിമൈസ് ദ ലൈക്ലിഹുഡ് ഓഫ് സക്സസ് ആൻഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് എഫക്ട്സ്. ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിനെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇവാലുവേറ്റ് എക്സ്റ്റൻഷൻ സക്സസ് ആൻഡ് എഫക്ട്സ് ഓൺ പാരന്റ് ബ്രാൻഡ് ഇക്വിറ്റി. ഇതെല്ലാം കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല ചെയ്യാനുള്ളത്. ഈ എക്സ്റ്റൻഷൻ ചെയ്തത് എന്ത് ചെയ്തു, ഇത് എക്സ്റ്റൻഷൻ ചെയ്തത് ആസ് സച്ച് ആ എക്സ്റ്റൻഷൻ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ചെയ്ത് ആ ബ്രാൻഡിന് സക്സസ് ആയോ, പിന്നെ ആ ബ്രാൻഡ് വഴി പേരൻറ്റ് ബ്രാൻഡിന് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ ഉണ്ടായത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബ്രാൻഡ് എക്സ്റ്റൻഷന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രാൻഡ് എക്സ്റ്റൻഷൻ 2 രീതിയിലുണ്ട്. ഒന്ന് വെർട്ടിക്കൽ എക്സ്റ്റൻഷനും മറ്റൊന്ന് ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷനും. വെർട്ടിക്കൽ എക്സ്റ്റൻഷനും ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷനും. വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ട് വിൽക്കുന്നതിനെയാണ് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്തിയിട്ട് വിൽക്കുന്നതിനാണ് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്.
ഇപ്പം അപ്വേർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അപ്വേർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിനെക്കാളും പ്രീമിയം പ്രൈസിൽ മറ്റൊരു പ്രോഡക്റ്റ് അതേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി പ്രോഡക്റ്റ് വിൽക്കുമ്പം അതിനെ നമ്മൾ വെർട്ടിക്കൽ അപ്വേർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇനി ഡൗൺവേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഡൗൺവേർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമ്മളതിനെ കൊടുക്കുന്നതിന് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ളൊരു സാധനത്തിന് നമ്മളത് ഇറക്കുന്നതിന് നമ്മളെന്തെന്ന് പറയും അതിന് ഡൗൺവേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ സാധാരണ ഡൗൺവേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മൾ ഇപ്പോൾ ഉള്ള കാറ്റഗറി ആൾക്കാരിനേക്കാളും കുറച്ചുകൂടി ലോവർ ഇൻകം ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ചിലപ്പം വിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ആപ്പിൾ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ ഐഫോണാണ് വിൽക്കുന്നത്, ആപ്പിളാണ് വിൽക്കുന്നത്. അപ്പോൾ ആപ്പിൾ ഇപ്പം ചീപ്പ് റേറ്റ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കുറച്ച് ഫോണുകൾ ഇറക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ അവർ വില കുറച്ച് ഇറക്കുന്നത് ചിലപ്പോൾ അവർ ക്വാളിറ്റിയൊക്കെ കുറച്ചിട്ട് ഇറക്കുന്നത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോക്കുന്നത് പോക്കറ്റിൽ കുറച്ച് അത്രയും ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങിക്കാൻ അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരിലേക്ക് അവരെയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ഇത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു സാധനം പ്രീമിയത്തിൽ വിൽക്കുമ്പം അത് ലക്ഷറി ബ്രാൻഡ്സിനെ തേടുന്ന അല്ലെങ്കിൽ എലീറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരതിനെ പ്രൈസ് കൂട്ടി പ്രീമിയം മത്തിൽ അത് വിൽക്കുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടി ചിലപ്പോൾ ഫീച്ചേഴ്സ് കൂട്ടി സർവീസസ് കൂട്ടിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. ഇനി ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ് ഉള്ളതിൻ്റെ അല്ല അതുമായിട്ട് അനുബന്ധമായ മറ്റ് മേഖലകളിലേക്ക് ബ്രാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ കോൾഗേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ കോൾഗേറ്റിൻ്റെ എന്ത് ചെയ്യുക, അവർ മൗത്ത് വാഷിലേക്കും ടൂത്ത് ബ്രഷിലേക്കും ഓറൽ ഹൈജീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും അത് കിടക്കുക എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രാൻഡ് ഇക്വിറ്റിയെ മെഷർ ചെയ്യുന്ന കാര്യം. ബ്രാൻഡ് ഇക്വിറ്റിയെ മെഷർ ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ ബ്രാൻഡ് ഇക്വിറ്റി എന്താണ്. ഇപ്പോൾ നമ്മൾ ഇടുന്ന മാർക്കറ്റിംഗ് എഫേർട്സൊക്കെ സക്സസ് ആയോ ഇല്ലയോ, ഇപ്പോഴത്തെ നമ്മുടെ ബ്രാൻഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റിയെ മെഷർ ചെയ്യുന്നത്. കാരണം ഇല്ലാതെ നമ്മൾ മാർക്കറ്റിംഗ് എഫേർട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റി മെഷർ ചെയ്യുന്നതിന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഇതിൻ്റെ സോഴ്സസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ സോഴ്സസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി, അതായത് ബ്രാൻഡ് ഇക്വിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബ്രാൻഡ് നോളജിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ബ്രാൻഡ് നോളജിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ബ്രാൻഡ് എലമെൻറ്റ്സിനെ ചൂസ് ചെയ്യുന്നത്. 2, മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്. മൂന്നാമത്തത് ലെവറേജിങ് ഓഫ് സെക്കൻഡറി അസോസിയേഷൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് നമ്മൾ മെഷർ ചെയ്യാം. ഈ ഓരോ സ്റ്റേജിലും ഇത് കഴിയുന്ന നമ്മൾ മെഷർ ചെയ്യുന്ന പോസിബിൾ ഔട്ട്കംസ് നമ്മൾ മെഷർ ചെയ്യാം. അപ്പം ഈ ഒരു ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ബ്രാൻഡിന് ശരിയായ രീതിയിൽ ബ്രാൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണ് ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം വെക്കുന്നത്? കാരണം ഒരു ബ്രാൻഡിനെ തുടർച്ചയായിട്ട് അതിനെ ട്രാക്ക് ചെയ്ത് അത് കറക്റ്റ് രീതിയിലാണോ അത് നിൽക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ ആൾക്കാരിലേക്ക് ആ ബ്രാൻഡ് ഇക്വിറ്റി എന്ന സാധനം നിലനിൽക്കുന്നത് എന്ന് മെഷർ ചെയ്ത് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കോൺസ്റ്റൻ്റ്ലി അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പം മെഷർമെൻറ്റ് സിസ്റ്റം ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സാണ് പ്രധാനമായിട്ടുള്ളത്. കണ്ടക്ടിങ് ബ്രാൻഡ് ഓഡിറ്റ്, ബ്രാൻഡ് ഓഡിറ്റ് നടത്തുക. ബ്രാൻഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള അവസ്ഥ പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്നതിനാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കണക്കെടുപ്പ് അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന് പറയും. ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയതെല്ലാം നടത്തുന്നത് ഓഡിറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡ് ഓഡിറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബ്രാൻഡിൻ്റെ ഇക്വിറ്റിയുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് ഓഡിറ്റ് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഡിസൈൻ ബ്രാൻഡ് ട്രാക്കിംഗ് സ്റ്റഡീസ്. ബ്രാൻഡ് ട്രാക്കിംഗ് സ്റ്റഡീസ് ഡിസൈൻ ചെയ്യുക. അതായത് നമ്മൾ ബ്രാൻഡിനെ എപ്പോഴെടുത്ത് നോക്കിയാലും ഓരോ സമയങ്ങളിലും ട്രാക്ക് ചെയ്യാൻ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത്, ഇപ്പോൾ എന്താണ് ലെവല് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് കസ്റ്റം മെയ്ഡായിട്ട് നമ്മൾ സ്റ്റഡീസ് ഡിസൈൻ ചെയ്യണം. കോമൺ ആയിട്ട് കുറേ ഇതുണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ഉണ്ട്. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൂന്നാമത്തത്, എസ്റ്റാബ്ലിഷ് എ ബ്രാൻഡ് ഇക്വിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ബ്രാൻഡ് ഇക്വിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ ഓരോ ലെവൽ അനുസരിച്ച്, ഇപ്പോൾ ബ്രാൻഡിൻ്റെ ഇക്വിറ്റിയുടെ ലെവൽ അനുസരിച്ച് അതിനനുസരിച്ച് കറക്റ്റീവ് മെഷേഴ്സും
ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ബ്രാൻഡ് ഇക്വിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റി തീരെ കുറഞ്ഞു പോയി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും എന്തെല്ലാം ആക്ടിവിറ്റീസും ചെയ്യാം എന്നുള്ളത് കറക്റ്റ് അറിയാനും അതിനുവേണ്ടി ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ ഉള്ളതാണ് ബ്രാൻഡ് ഇക്വിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മാനേജിങ് ബ്രാൻഡ് ഇക്വിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിപ്പോൾ പറയുന്നത് നേരത്തെ നമ്മൾ ഇതുവരെയും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ വരെയും സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉള്ള സമയത്ത് കമ്പനി നേരിടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി നമ്മളൊരു മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ഉള്ള കാര്യമാണ് നമ്മളിനി പറഞ്ഞുകൊണ്ട് വരുന്നത്. മൾട്ടിപ്പിൾ പ്രോഡക്ട്സ്, മൾട്ടിപ്പിൾ മാർക്കറ്റ്സ്, ലോങ് ടേം ഇതൊക്കെയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഡിഫൈൻ ദ ബ്രാൻഡ് ഹൈറാർക്കി ഇൻ ദ ടേംസ് ഓഫ് നമ്പർ ഓഫ് ലെവൽസ് ടു യൂസ് ആൻഡ് ദ റിലേറ്റീവ് പ്രോമിനൻസ് അറ്റ് ബ്രാൻഡ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് വിൽ റിസീവ് ആൻഡ് കമ്പൈൻ ടു ബ്രാൻഡ് എനി വൺ പ്രോഡക്റ്റ്. ബ്രാൻഡ് ഹൈറാർക്കിയെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ബ്രാൻഡ് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡും അതിൻ്റെ പേരൻറ്റ് ബ്രാൻഡിൻ്റെ താഴെ എത്ര ലെവൽ താഴോട്ടാണ് വരേണ്ടത് എന്നുള്ളതാണ് ബ്രാൻഡ് ഹൈറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ടേമാണ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ബ്രാൻഡ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ താഴെ വരുന്ന എത്ര ബ്രാൻഡുകളുണ്ടോ അതിനെല്ലാം ബ്രാൻഡ് പോർട്ട്ഫോളിയോ ഓഫ് ദാറ്റ് കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് എന്നാണ് പറയുന്നത്. ബ്രാൻഡ് പോർട്ട്ഫോളിയോ ബ്രാൻഡുകളുടെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം, ബ്രാൻഡ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഈ ബ്രാൻഡ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജീസ് പ്രധാനമായിട്ടും 3 സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സാധാരണ കമ്പനീസ് എടുക്കാറ്. 3 സ്ട്രാറ്റജീസാണ്, 3-ലേതെങ്കിലും സ്ട്രാറ്റജിയാണ് എടുക്കാറ്. ഒന്ന് ബ്രാൻഡഡ് ഹൗസ് എന്ന് പറയും. ബ്രാൻഡഡ് ഹൗസ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി. രണ്ടാമത്തത് ഹൗസ് ഓഫ് ബ്രാൻഡ്സ് സ്ട്രാറ്റജി. പേര് ഏതാണ്ട് ഒരേപോലെ ഇരിക്കും, എന്നാലും വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് ബ്രാൻഡഡ് ഹൗസ്, രണ്ടാമത്തത് ഹൗസ് ഓഫ് ബ്രാൻഡ് സ്ട്രാറ്റജി, മൂന്നാമത്തത് ഹൈബ്രിഡ് സ്ട്രാറ്റജി. ബ്രാൻഡഡ് ഹൗസ്, ഹൗസ് ഓഫ് ബ്രാൻഡ്സ്, ഹൈബ്രിഡ് സ്ട്രാറ്റജി. ബ്രാൻഡഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പേരൻ്റ് ബ്രാൻഡുണ്ട് എന്ന് വിചാരിക്കുക. പേരൻ്റ് ബ്രാൻഡുണ്ട്, ആ പേരൻ്റ് ബ്രാൻഡിൻ്റെ പേര് എം. അതിൻ്റെ താഴെ ഉള്ള സബ് ബ്രാൻഡ്സാണ് ബി, സി. ബ്രാൻഡഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര് ഇങ്ങനെ ഇരിക്കും. അതായത് ഏത് കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത്, നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുടുംബത്തിൽ നിന്നാണോ വരുന്നത് കുടുംബ പേരും കൂടെ ചേർന്ന് വെച്ചിട്ട് ആ കുടുംബ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പം എം എന്നുള്ളതാണ് ആ പേരൻ്റ് ബ്രാൻഡ് എങ്കിൽ അത് അറിയപ്പെടുന്നത് ആ ഫസ്റ്റ് ബ്രാൻഡ് അറിയപ്പെടുന്നത് എം എ, രണ്ടാമത്തെ എം ബി, എം സി. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് സാംസങ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ സാംസങ് ഗാലക്സി ടാബ്, സാംസങ് J60, സാംസങ് എല്ലാത്തിൻ്റെയും കൂടെ സാംസങ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ബ്രാൻഡഡ് ഹൗസ്. ആ ഹൗസിനെ തന്നെ ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതൊരു കുടുംബമാണ്. രണ്ടാമത്തതാണ് ഹൗസ് ഓഫ് ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് ബ്രാൻഡ്സ് അതായത് ബ്രാൻഡുകളുടെ വീട്. അതൊരു ലോഡ്ജ് പോലെയാണ് എന്ന് വിചാരിക്കാം, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊരു ലോഡ്ജ് പോലെയാണ്. അപ്പം അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ, ബി, സി. ഒരു ബ്രാൻഡിൻ്റെ താഴെ പല ബ്രാൻഡുകളും ഉണ്ട്. പക്ഷേ എ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡാണ്, ബി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡാണ്, സി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡാണ്. അപ്പം നമ്മൾ PNG ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ PNG ആയാലും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഒക്കെ എടുത്താലും അതിൻ്റെ കീഴെ വരുന്നതെല്ലാം എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഏരിയയിലായാലും ടൈഡായാലും അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ഈ ലാക്മേ വരുന്നുണ്ട്, പോൺസ് വരുന്നുണ്ട്, റിൻ വരുന്നുണ്ട്, സർഫെക്സൽ വരുന്നുണ്ട്. ഇതെല്ലാം വെവ്വേറെ ബ്രാൻഡുകളാണ്. സർഫെക്സലിൻ്റെ കൂടെ ഒരിക്കലും HUL സർഫെക്സൽ നമ്മൾ പറയുന്നില്ല. HUL കമ്പനിയുടെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ പാക്കറ്റിൻ്റെ പുറകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HUL എന്ന് എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ എന്തില്ല, അതിൻ്റെ ബ്രാൻഡിൻ്റെ കൂടെ അതിൻ്റെ കുടുംബ പേരില്ല. അപ്പോൾ അതിനെ ഹൗസ് ഓഫ് ബ്രാൻഡ്സ് എന്ന് പറയും. ഇനി ഒരു മൂന്നാമതൊരു ഐറ്റം ഉണ്ട്, ഹൈബ്രിഡ് സ്ട്രാറ്റജി. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നത്. അതായത് ഈ പറയുന്ന താഴോട്ട് ഇത് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെയൊക്കെ ആയിരിക്കും താഴോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ചിലപ്പം ഇതിപ്പോൾ M താഴോട്ട് വന്നു, B താഴോട്ട് വന്നു. ഇപ്പോൾ ബിയുടെ താഴെ
ഒരു പക്ഷേ ബിയുടെ താഴെ എന്താ പറയുന്നത് XYZ എന്നായിരിക്കും. അപ്പം BX BY BZ എന്ന് പറഞ്ഞു. BX BY B ആണ്. ഓക്കെ, BX BY BC. അപ്പോൾ ഇതിലെന്ത് സംഭവിച്ചു? ഇതിലിപ്പം എയും സിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയിട്ടുണ്ട്. എയും ബിയും സി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയിട്ടുണ്ട്. പക്ഷേ ബിയുടെ താഴെ എന്തുണ്ട്? അതൊരു ബ്രാൻഡഡ് ഹൗസ് കണക്ക് BX BY BC എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഹൈബ്രിഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ബ്രാൻഡിൻ്റെ പോർട്ട്ഫോളിയോകൾ ആ രീതിയിൽ ഇതാക്കാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് നോക്കും, ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്. ഇത് പക്ഷേ ഓവർവ്യൂ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ബ്രാൻഡ് പോർട്ട്ഫോളിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് മറ്റ് ബ്രാൻഡുകൾ എടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ മാർക്കറ്റിനെ പിടിച്ചടക്കാൻ പാടില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളെ അത് നശിപ്പിക്കാൻ പാടില്ല. അതിനൊരു സ്ട്രാറ്റജിക് ആയിട്ടൊരു എയിമുണ്ട്. ചില ബ്രാൻഡുകൾ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിരിക്കാം. ചില ബ്രാൻഡുകളെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളെ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മളെ പ്രോഡക്റ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില ബ്രാൻഡുകളെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഷഹീദാക്കാൻ വേണ്ടി തന്നെ ചില ബ്രാൻഡുകളെ നമ്മൾ ഇറക്കുന്നുണ്ട്. ചില ബ്രാൻഡുകളെ നമ്മൾ വെറും പൈസ പിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പൈസ ഊറ്റാൻ വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള എഫേർട്ടൊന്നും ഇടത്തില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അതിൻ്റെ ബ്രാൻഡ്സിനെ നമ്മൾ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സാധാരണ ഒരു ബ്രാൻഡ് ഫെയിൽ ആവാനുള്ള 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഫെയിലിയർ ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ബ്രാൻഡ്. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് ക്ലിയറായിട്ട് മനസ്സിലാകാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഉദാഹരണം, കൊക്കക്കോള, പെപ്സി പണ്ട് ഒരു ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തിയ സമയത്ത് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്തത് പെപ്സിയുടെ രുചിയായിരുന്നു. സ്വീറ്റായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടത് പെപ്സി ആയിരുന്നു. അപ്പോൾ USA ഇത് നടത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ടെസ്റ്റ് വ്യാപകമായിട്ട് നടത്തിയപ്പം കൊക്കക്കോള ഒന്ന് ഭയന്നു. അവരുടെ മാർക്കറ്റ് പെപ്സി പിടിച്ചടക്കുമോ എന്ന് ഭയന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ കൊക്കക്കോളയുടെ ഒരു സ്വീറ്റ് വെർഷൻ ഇറക്കി. അപ്പോൾ സ്വീറ്റ് വെർഷൻ ഇറക്കി അവർ ട്രയൽ നടത്തിയ സമയത്ത് ആൾക്കാരെല്ലാം പറഞ്ഞു അവർക്ക് പെപ്സിയെക്കാളും ഇതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് അവർ വലിയ കാര്യത്തിൽ കൊക്കക്കോള എന്ന് പറഞ്ഞ് ന്യൂ കൊക്കക്കോള എന്ന് പറഞ്ഞിട്ട് പഴയ കൊക്കക്കോള അവരങ്ങ് വിഡ്രോ ചെയ്തിട്ട് ഇതിനങ്ങ് ഇറക്കി. പക്ഷേ അവർക്ക് പ്രതീക്ഷിച്ചതിനുപരി തിരിച്ചടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും കൂടെ കൊണ്ടിളവി. അവരെല്ലാം കൂടെ പറഞ്ഞു ഇത് പറ്റത്തില്ല. അവർ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. കാരണം അവർ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടേസ്റ്റ് മാത്രമായിരുന്നില്ല ഈ പറയുന്ന കൊക്കക്കോള എന്ന് പറയുന്നത് വെറും ഒരു പേര് മാത്രമായിരുന്നില്ല. ആ കൊക്കക്കോളയുടെ ആ ഒരു പഴയ ടേസ്റ്റ് എന്ന് പറയുന്നത് അവരെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിരുന്നു. അവരെ പല എക്സ്പീരിയൻസസും പല കൂട്ടുകാരുമൊത്തുള്ള എക്സ്പീരിയൻസ്, സെലിബ്രേഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെ ആ പഴയ ടേസ്റ്റ് ട്രിഗർ ചെയ്തിരുന്നു. ആ ഒരു അസോസിയേഷൻ അതിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു പുതിയ ടേസ്റ്റ് വന്ന സമയത്ത് ബാക്കി എല്ലാം അത് കണക്ക് തന്നെ ലോഗോയും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണെങ്കിലും പുതിയ ടേസ്റ്റ് വന്നപ്പം അവരുടെ മനസ്സിൽ ആ മെമ്മറികൾ ട്രിഗർ ആവുന്നില്ല. ദിസ് ഈസ് വാട്ട് ഹാപ്പൻ സൈക്കോളജിക്കലി. അപ്പോൾ ആൾക്കാരെല്ലാം ഡിമാൻഡ് ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി. അവർ ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ ഫോൺ വഴിയും വിളിച്ച് പറഞ്ഞു, കത്തുകൾ അയച്ചു തുടങ്ങി. ആൾക്കാർ ഇത് ബോയ്ക്കോട്ട് ചെയ്തു. അവസാനം എന്ത് ചെയ്തു, ഇവരത് തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നു. പഴയ കൊക്കോള തന്നെ തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നു. പിന്നെ ഫെയിലിയർ ടു ലിവ് അപ്പ് ടു ദ ബ്രാൻഡ് പ്രോമിസ്. അപ്പം നമ്മൾ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് പറയുന്ന സമയത്ത് പല കാര്യങ്ങളും അവരതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ആ ബ്രാൻഡ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആ പ്രോമിസിനകത്ത് ആ ബ്രാൻഡ് നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഫെയിലാകും. ഫെയിലിയർ ടു ആഡിക്വറ്റ്ലി സപ്പോർട്ട് ദ ബ്രാൻഡ്. ഒരു ബ്രാൻഡ് നമ്മൾ തുടങ്ങി വെച്ചിട്ട് നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് വലിയ കാര്യത്തിലെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിനെ നമ്മൾ മാർക്കറ്റിംഗ് കൊണ്ട് മറ്റു കാര്യങ്ങൾ കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാതെ റീഇൻഫോഴ്സ് ചെയ്യാതെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ബ്രാൻഡ് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഒരു ചെടി വെച്ചിട്ട് ആദ്യമൊക്കെ കുറേ വെള്ളം കൊടുത്തിട്ട് പിന്നെ അത് വെള്ളം ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് പട്ടുപോകുന്നത് പോലെ തന്നെ ഈ ബ്രാൻഡും ഡിക്ലൈൻ ആയി പോകും. ഫെയിലിയർ ടു ബി പേഷ്യൻ്റ് വിത്ത് ദ ബ്രാൻഡ്. ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വരാനൊരു സമയം കൊടുക്കണം. അത് നമ്മൾ ഇമ്പൾസീവായിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കരുത്.
ഫെയിലിയർ ടു ആഡിക്വറ്റ്ലി കൺട്രോൾ ദ ബ്രാൻഡ്. ഈ ബ്രാൻഡ് നമ്മൾ നേരത്തെ ബ്രാൻഡ് മെഷർമെൻറ്റ് പറ്റി പറഞ്ഞു ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം വെക്കണമെന്ന് പറഞ്ഞു, മാനേജ്മെൻറ്റ് സിസ്റ്റം വെക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം വെക്കുന്നത്? കാരണം ഈ ബ്രാൻഡ് എന്ന് പറയുന്ന സംഗതി നമ്മളെ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലുള്ളതാണ്. അപ്പം ആ മൈൻഡിൽ എപ്പോഴും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള അസോസിയേഷൻസ് തന്നെ ഇത് കൊണ്ടുപോകണം. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബ്രാൻഡിന് വന്നു പോയി അസോസിയേഷൻ വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പിന്നീട് ആ ബ്രാൻഡിൻ്റെ ഡിസ്ട്രക്ഷന് ഇതിന് കാരണമായി തീരും. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള കാര്യമാണ് ബ്രാൻഡ് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ടേം. ബ്രാൻഡ് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ടേം. ബ്രാൻഡ് ക്രൈസിസ് അതായത് ഒരു ബ്രാൻഡിന് തൻ്റെ സെൽഫെയറിന് കോട്ടം തട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിനെയാണ് ബ്രാൻഡ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മാഗി 2015 ആ സമയത്ത് മറ്റോ മാഗി നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ആ സമയത്ത് ഗവൺമെൻറ് ഒരു FDA മറ്റേ എന്താ പറയുന്നത് സ്റ്റഡീസ് നടത്തിയപ്പം വളരെ കൂടുതൽ അളവിൽ മാഗി നൂഡിൽസിൽ MSG അതായത് അജിനോമോട്ടോയും ലെഡും ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു. അവർ ഇതിനെ ബാൻ ചെയ്തു, മാഗിയെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് വലിയ ഔട്ട്ക്രൈ കൊണ്ടായി. ജനങ്ങളെല്ലാം ഹാഷ്ടാഗിലൂടെ ഇതാക്കാൻ തുടങ്ങി, ബോയ്ക്കോട്ട് മാഗി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ മാഗി ഇതാക്കാൻ പോയി. ആൾക്കാർ മാഗിയെ ഉപേക്ഷിച്ചു. അപ്പോൾ അവരുടെ മാർക്കറ്റ് ഷെയർ കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പം ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് ആ ബ്രാൻഡിന്മേലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ആ ബ്രാൻഡിൻ്റെ വിശ്വാസ്യത തിരിച്ച് ഏറ്റെടുക്കുക എന്നുള്ളത്, വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, കമ്പനി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഓക്കെ, ഞങ്ങളത് തീരെ പ്രതീക്ഷിച്ചതല്ല, ആഗ്രഹിച്ചതല്ല, ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങളെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം ഈ ഫോൾട്ടി ആയിട്ടുള്ള സാധനത്തിന് തിരിച്ച് റീകോൾ ചെയ്യുക. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ മാഗിൻ്റെ ആ ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിട്ടല്ലോ, അതിനെല്ലാം റീകോൾ ചെയ്തു, അതിനെല്ലാം തിരിച്ച് റീക്ലെയിം ചെയ്തിട്ട് പിന്നെ അവർ ദേ വെൻറ്റ് സൈലൻറ്റ് ഫോർ സം ടൈം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്? അപ്പോൾ ആ സമയം കൊണ്ട് ഫാക്ടറികളിലെ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉറപ്പ് വരുന്നില്ല. അതായത് ഇനി ഇങ്ങനെ ഒരു MSGയുടെ അളവ് കൂടുതലോ ലെഡിൻ്റെ അളവ് കൂടുതലോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആക്കിയിട്ട് ദേ കം അപ്പ് വിത്ത് എ ക്യാമ്പയിൻ, വി മിസ് യു ടു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വി മിസ് യു ടു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനായിട്ട് ഇറക്കി. അതായത് മാഗി ഉണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തർ അനുഭവിച്ചിരുന്ന ഗുണങ്ങൾ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർ പല സിറ്റുവേഷനിലുള്ളവർ പറഞ്ഞിട്ട് വി മിസ് യു മാഗി പ്ലീസ് കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ അവർ ഇറക്കി. അവരെന്ത് ചെയ്തു? ദേ ബൗൺസ് ബാക്ക് ടു ഓൾമോസ്റ്റ് വേർ ദേ വർ. അപ്പോൾ ഇതാണ് ബ്രാൻഡ് ക്രൈസിസ് എന്ന് പറയുന്ന സാധനം. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രൈസിസ് സിറ്റുവേഷനാണ് ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ ടൈലനോൾ എന്ന് പറഞ്ഞൊരു ടൈലനോൾ കേസുണ്ട്. ടൈലനോൾ എന്ന് പറഞ്ഞാൽ സംഭവം ഇതാണ്. ടൈലനോൾ എന്ന് പറഞ്ഞാൽ തലവേദനയ്ക്ക് മറ്റും ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ്. അപ്പോൾ ആ ഗുളികയുടെ ഒരു ബാച്ചിൽ ഒരാൾ സയനൈഡ് ഇൻജെക്റ്റ് ചെയ്തു വിട്ടു. അപ്പം ആ ബാച്ചിലുള്ള ഗുളികകൾ കഴിച്ച കുറേ പേര് മരണപ്പെട്ടു പോയി. അപ്പം സ്വാഭാവികമായിട്ട് അത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ നേരെ തന്നെ അത് വന്നു. അപ്പം അവരെങ്ങനെ അത് തന്നെ സ്കിൽഫുള്ളി ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ആ കേസ് സ്റ്റഡിയിൽ അതുള്ളത്. ആറാമത്തെ കാര്യം ഫെയിലിയർ ടു പ്രോപ്പർലി ബാലൻസ് കൺസിസ്റ്റൻസി ആൻഡ് ചേഞ്ച് വിത്ത് ദ ബ്രാൻഡ്. അതായത് ബ്രാൻഡിൻ്റെ ഞാൻ പറഞ്ഞു ബ്രാൻഡിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജ് വേണം കൊടുക്കാനുള്ളത്. അതേപോലെ തന്നെ കാലാകാലങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട, ചേഞ്ച് വരുത്തേണ്ട, അഡാപ്റ്റേഷൻ വരുത്തേണ്ടത് ചെയ്യുകയും വേണം. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയും ചേഞ്ചും കൂടെ കൃത്യസമയം നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഫെയിലിയറായി പോകും. വളരെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഒരു സ്ഥിരതയില്ലാത്തൊരു സാധനമാണ് എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയും ഈ ബ്രാൻഡിൻ്റെ വാല്യൂ, ബ്രാൻഡിൻ്റെ മനസ്സിലുള്ള ഇക്വിറ്റി കുറഞ്ഞു പോവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ എന്ത് ചെയ്യാൻ പറ്റായിരിക്കില്ല, അതായത് ചേഞ്ച് വരുത്താതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എങ്ങനെ ഇതിനെ ടാക്ട്ഫുള്ളി ചേഞ്ചും വരുത്താം എന്നാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അത് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോയാലേ ബ്രാൻഡ് സക്സസ് ആവുള്ളൂ. ഫെയിലിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി മെഷർമെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതെല്ലാം പറഞ്ഞാലും ബ്രാൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ കസ്റ്റമർ ഇക്വിറ്റി എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലാണ്.
ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ മെഷർമെൻറ്റ്സ് നമ്മൾ പരിപൂർണ്ണമായിട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ദിസ് ഇസ് ബോത്ത് എ സ്കിൽ ആൻഡ് ആർട്ട് ആൻഡ് എ സയൻസ് എന്ന് പറയും. അപ്പോൾ ഇത് ആർട്ടുമാണ് സയൻസുമാണ്. ആ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം.